ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ മദ്യപാനിയും വെങ്കട്ജി നിങ്ങളെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ചുങ്കം ബിവറേജിലേക്ക്. അപ്പോൾ ഗായ്സ് നല്ല റഷാണ്. ക്ലോസിംഗ് ടൈം അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ലോകത്തുള്ള കുടികാരന്മാരെല്ലാവരും കൂടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറു കുടിയന്മാർ സാധനം മേടിക്കാൻ പോകും. നമ്മുടെ സ്വന്തം ടച്ചിങ്സ് കട. നമ്മൾ സാധനം മേടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടൊരു വരവ്. മേലേക്കല്ലേടോ, മേലേക്കല്ലേ? താഴെ എങ്ങനെയാ ചോദിച്ചിട്ട് പോകല്ലേ? അപ്പോൾ ഗായ്സ് എപ്പോഴത്തേം പോലെ തന്നെ താഴത്തെ നമ്മുടെ മുകളിലത്തെ പ്രീമിയം കൗണ്ടർ, താഴത്തെ സാധാരണ കൗണ്ടർ. മുകളിൽ പോയിട്ട് പോരെ. അപ്പോൾ ഗായ്സ് നമുക്ക് എന്തായാലും മേലേക്ക് നമ്മുടെ പ്രീമിയം കൗണ്ടറിലേക്ക് ഒന്ന് കയറി നോക്കാം. നമ്മുടെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് വല്ലതും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി സാധനം കൊണ്ടുവരാം. എന്നാൽ മദ്യപാനിയുടെ ആ ഒരു കാൽക്കുലേഷൻ അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. കാണും എന്നാണ്, കാരണം ഇഷ്ടംപോലെ ബ്രാൻഡുകൾ ഉള്ളൊരു കൗണ്ടർ. നമ്മുടെ ബോട്ട് ജെട്ടി അതിനേക്കാളും കൂടുതൽ ഐറ്റംസ് ഉള്ളൊരു കൗണ്ടറാണ്. ഏതാണോ പൈൻ്റ് അല്ലേ? ഏതാണ്? പൈൻ്റൊക്കെ ഇരിപ്പുണ്ട്. അന്യായ ചൂടാണല്ലോ ഇതിനകത്ത്. ക്ലിഫ് ഹാങ്ങറിൻ്റെ മറ്റേ വേറെ ഓറഞ്ച് ഇരിപ്പുണ്ടോ? ക്ലിഫ് ഹാങ്ങറിൻ്റെ ഓറഞ്ച്. നമ്മൾ ക്ലിഫ് ഹാങ്ങറിൻ്റെ ഇതെടുത്തില്ലേ, വോഡ്ക. ഓറഞ്ച് ഫ്ലേവർ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. മാജിക് മൊമെന്റ്സ് ചോക്ലേറ്റാ വേണോ? എത്ര? സ്മിർനോഫിൻ്റെ ഓറഞ്ച്. ഓൾഡ് മങ്കിൻ്റെ വൈറ്റ് ഇരിക്കുന്നു. ഓ ഇതാണല്ലേ ബുള്ളറ്റ് വിസ്കി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ് ബുള്ളറ്റ് വിസ്കി. നമുക്ക് ബുള്ളറ്റ് ബിയർ മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഏതാടോ? ഏതാ? അത്രേ ഉള്ളൂ. വൈൽഡ് ടൈഗർ കൊള്ളാലോ. വൈൽഡ് ടൈഗർ ശരിക്കും പുലികളി പോലെ തന്നെ ഉണ്ട്. സ്പെഷ്യൽ ഇന്ത്യൻ റിസർവ് വൈൽഡ് ടൈഗർ റം. എത്ര രൂപയാണെന്ന് അറിയില്ലല്ലോ. 1500 രൂപ സംഗതിയുള്ള. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ മദ്യപാനിയുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. കാരണം ഇഷ്ടംപോലെ അടിപ്പൻ സാധനങ്ങളുണ്ട്. ഡ്രങ്കൻജി അവിടെ ഫ്യൂസ് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഒറ്റ ഒരു പൈൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വലിയ സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല. ക്ലിഫ് ഹാങ്ങറിൻ്റെ ഗ്രീൻ ആപ്പിൾ ഇരിക്കുന്നു, പക്ഷേ അതിൻ്റെ പൈൻറ്റ് കണ്ടില്ല. ഫ്രീസ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ക്ലിഫ് ഹാങ്ങറിൻ്റെ ഓറഞ്ച്, അല്ലെങ്കിൽ മാജിക് മൊമെന്റ്സിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ. ഈ രണ്ട് ഐറ്റംസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ബാക്കിയെല്ലാം നമ്മൾ കോമൺലി യൂസ്ഡ് സാധനങ്ങളാണ്. ബക്കാഡി ബ്ലാക്ക്, റൂട്ട്സ്, ഗ്രേപ്പ് ബ്രാൻഡിയാണ്. പിന്നെ ബോൾസ് ഇരിപ്പുണ്ട്, അതും ബ്രാൻഡിയാണ്. അതൊക്കെ നല്ല കോസ്റ്റ്ലി, 1010 രൂപയ്ക്ക്. Guys, we have made up our mind. ക്ലിഫ് ഹാങ്ങർ മതി ഇന്ന് രാത്രിയിലേക്ക്. പാടാൻ മനെ. അപ്പോൾ ഗായ്സ് നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള സെറ്റപ്പിനാണ്. സോഡ, പിന്നെ എന്തെങ്കിലും ഒരു ടച്ചിങ്സ്. കപ്പലണ്ടി മതി ഇടൂ. കപ്പലണ്ടി ഒന്നും വണ്ടിയില്ല, അത് പ്ലെയിൻ ആയിട്ട് അത് തന്നെ കഴിച്ചു. എനിക്ക് വേണ്ടത്, എനിക്ക് മസാല വേണം. തണുത്തല്ലേ? അതെ, മാക്സ് 1 ചിൽഡ്. ലേസ്, പച്ച ലേസ് മേടിക്കണോ? സോഡയൊക്കെ മതിയാ? 1.5 സോഡ മതി കേട്ടോ, അത് നല്ലത്. ചേട്ടാ ഒരു കപ്പലണ്ടി, 20 കപ്പലണ്ടി. ആ ചെറുത് മതി. മതി. വെള്ളം വേണം? താൻ വേണേ വെള്ളം മേടിച്ചോ, ചേർന്ന് പറഞ്ഞു.
10ന്റെ വെള്ളമോ? ഏത് മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടായിരുന്നു കുഞ്ഞു കുപ്പി അല്ലേ? ഓ ആ ഇതല്ലേ ഇതുപോലത്തെ അല്ലായിരുന്നു അവന്മാർ ബാറിലുണ്ടായിരുന്നു. കപ്പയിലൊക്കെ കയറി പിടിക്കുന്നതിനാ? എന്തിനാ കപ്പയിൽ കയറി പിടിക്കുന്നത്? കപ്പ വേണ്ടേ? കപ്പ മേടിക്കാം, നമുക്ക് അടുത്ത ദിവസമൊക്കെ ഉപയോഗിക്കാം. കൊറേ ദിവസത്തേക്ക് ഉപയോഗിക്കാം നമുക്ക്. തനിക്ക്, എനിക്കല്ല. ക്ലിഫ് ഹാങ്ങർ. ഒരിക്കൽ കൂടെ ക്ലിഫ് ഹാങ്ങർ എന്ന അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗായ്സ്. ഇതിന്റെ പ്ലെയിൻ വോഡ്കയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ അതിന്റെ ഓറഞ്ച് എഡിഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓ അത് ശരി. അപ്പൊ ഗായ്സ് സജ്ജീകരണങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഡ്രങ്കൻ ജിയുടെ സാധനങ്ങളും മദ്യപാനിയുടെ സാധനങ്ങളും എല്ലാം സജ്ജം. അപ്പൊ ചേട്ടാ താങ്ക് യു. ഓക്കെ, അപ്പൊ ഗായ്സ് ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ഓൺ. സോ ഗായ്സ് വി ആർ ബാക്ക്. മദ്യപാനി ആൻഡ് ഡ്രങ്കൻ ജി ആർ ബാക്ക് ഫോർ അനദർ വെള്ളമടി. സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ, കണ്ടു കാണുമല്ലോ അല്ലേ? കാണാതെ എവിടെ പോവാനത്. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്ന കമ്പനിക്കാരനെ നിങ്ങൾ കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് മേടിച്ച നമ്മുടെ ക്ലിഫ് ഹാങ്ങർ സൂപ്പർ വോഡ്കയുടെ അടുത്ത വേർഷൻ. ഇതല്ലാതെ വേറെ വേർഷൻസ് നിങ്ങൾ അവിടെ കണ്ടു അല്ലേ? ഗ്രീൻ ആപ്പിൾ. പക്ഷെ അതിന്റെ പൈന്റും ഇല്ല, അരയുമില്ല, ഒന്നുമില്ല. സെർഫ് ഫുള്ള് മാത്രം. അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക്, അല്ലേ? ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. നമ്മുടെ കമ്പനിക്കാരൻ ഞാൻ നേരത്തെ ഒരുപാട് കാണിച്ചു തന്നു. എന്നിരുന്നാലും ഡ്രങ്കൻ ജി പ്ലീസ് ഹാൻഡ് ഓവർ ദ കമ്പനിക്കാരൻ ടു മദ്യപാനി ദൈവം. കണ്ടാ ആ സൂപ്പർ ബോട്ടിൽ? കണ്ടാ ഗായ്സ്, കണ്ടിട്ട് തന്നെ സന്തോഷം തോന്നലോ. ആ ഒരു ഓറഞ്ച് മയം, ഒരു മിഠായി ഒക്കെ പോലെ ഒന്ന് കടിച്ച് തിന്നാൻ തോന്നുന്നു. ഓറഞ്ച് കളറൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള വോഡ്ക ഒരു ലിക്കർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ കൂടെ ഓറഞ്ചിന്റെ സാമ്യമുള്ള കളർ നമ്മുടെ കളർ ലിക്കർ ബ്രാൻഡി വിസ്കി, അതിനൊക്കെയാണ് ആ ഒരു കളർ വരുന്ന സാമ്യം. ബട്ട് ഇതൊരു വോഡ്ക ആയതുകൊണ്ടും ക്ലിഫ് ഹാങ്ങർ ഇതിനു മുമ്പ് നമ്മളെ മെസ്മറൈസ് ചെയ്തു, നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു സാധനമായിരുന്നു. ഓർമ്മയുണ്ടല്ലോ ക്ലിഫ് ഹാങ്ങറിന്റെ ഫസ്റ്റ് പാട്ട്? അപ്പോൾ ഇതും അതുപോലെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കടയിൽ ആ ചേട്ടൻ പറഞ്ഞ ഓർമ്മയില്ലേ, നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയത്തില്ല, പുള്ളിയും പറഞ്ഞ് ക്ലിഫ് ഹാങ്ങറിന്റെ ഓറഞ്ച് ആണ് കൂടുതൽ ബെറ്റർ എന്ന് പുള്ളി പറഞ്ഞു. പുള്ളി കഴിച്ചിട്ടുള്ള സാധനം. പുള്ളി ക്രിസ്ത്യാനിയാണ്. പുള്ളി നോയമ്പിന് ശേഷമോ എന്തോ എപ്പോഴോ പുള്ളി ഇത് മേടിച്ച് കഴിച്ചു. അതുകൊണ്ട് ഇത് കിടുവാണ് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. പക്ഷെ അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ക്ലിഫ് ഹാങ്ങറിന്റെ ആയതും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. ഇതാണ് നമ്മുടെ കമ്പനിക്കാരൻ. ക്ലിഫ് ഹാങ്ങർ പ്രീമിയം 5 times distilled ആണ്. 5 times ഫിൽറ്റേർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് മദ്യപാനിയുടെ ഒരു കണക്ക് കൂട്ടൽ, അല്ലേ ഡ്രങ്കൻ? അപ്പോൾ ഇനി പൊട്ടിക്കേണ്ട ആ കർമ്മം എത്തിക്കഴിഞ്ഞു. ഡ്രങ്കൻ ഉടനെ ഗ്ലാസുകളൊക്കെ സജ്ജമാക്കി വെക്കുവാണ്. അപ്പോൾ ഇന്ന് പതിവിന് വിപരീതമായി ഡ്രങ്കിന് പകരം മദ്യനല്ല ഡ്രങ്കൻ മദ്യൻ. മദ്യപാനി ഇന്ന് എന്തായാലും പൊട്ടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഡ്രങ്കന് വിറ്റ് കൊടുക്കുവാണ്. കാരണം നമ്മുടെ ആ ഒരു എന്താ പറയാ, ഒരു ശകുനമില്ല, എന്തോ അതിന് പറയലോടൂ, രാശി, അത് ഡ്രങ്കനാണ്. സോ കടിച്ചുപടി ഇവിടെ ആ സാധനം അടർത്തി വേണം പൊട്ടിക്കാൻ, അറിയാലോ. അതെ, അന്ന് ചൂട് അന്യായമാണ് മക്കളെ. ആ ബിവറേജ് ആ കൺസ്യൂമർ ഫെഡിനകത്തോട്ട് കയറിയിട്ടുണ്ടല്ലോ, ഒരുമാതിരി ഓവനകത്ത് കയറിയ പോലെ. നമ്മളിവർ ഓവനകത്തൊന്നും കയറിയിട്ടില്ല, പക്ഷെ അതിന് തുല്യമായിരുന്നു. അത്രയ്ക്ക് ചൂടെന്ന് പറഞ്ഞാൽ ആവിയായിരുന്നു. വേവിച്ചെടുക്കുവാന്ന് തോന്നി സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറിയപ്പോ. ഡ്രങ്കൻ പൊട്ടിച്ചല്ലേ, മദ്യപാനി അത് പറയുന്ന സാഹചര്യത്തിൽ ഡ്രങ്കൻ ജി അത് പൊട്ടിച്ച് കഴിഞ്ഞു. നല്ല സൂപ്പർ ബോട്ടിലാണ്. നമ്മുടെ മറ്റേ സാധനത്തിന്റെ കുപ്പി ഇപ്പോഴും മദ്യപാനി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കണ്ടാ ക്ലിഫ് ഹാങ്ങറിന്റെ പഴയത് പ്ലെയിൻ വോഡ്ക കളഞ്ഞിട്ടില്ല മദ്യപാനി. ഒഴിച്ചോളൂ മിസ്റ്റർ കുടികാരൻ. ഡ്രങ്കൻ പറഞ്ഞിരുന്നു ഓറഞ്ച് കളറാണെങ്കിൽ സൂപ്പർ ആയിരുന്നു. നിങ്ങളിപ്പോ ഞങ്ങളെ കാണുമ്പോ തന്നെ മനസ്സിലാവും. കാണുമ്പോ ഒരു പക്ഷെ മനസ്സിലാകത്തില്ല, പക്ഷെ ഞങ്ങൾക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ട്. വിയർത്ത് കുളിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുക. അത് വേറെ വണ്ടി ഒന്ന് ഓണാക്കി ഇടാതെ ഒരു നിവൃത്തിയില്ല, അല്ലേടോ? അല്ലെങ്കിൽ നമ്മൾ വെന്തുരുകിപ്പോവും. സോ ഹിയർ ഇറ്റ് ഗോസ്. വണ്ടിയിലെ AC നമ്മൾ അങ്ങോട്ട് ഓണാക്കി, അല്ലാതെ നിവൃത്തിയില്ല. നമ്മൾ നോർമലി അങ്ങനെ ചെയ്യാറില്ല, നമ്മൾ ഇടയ്ക്ക് മാത്രം ഇങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷെ ഈ സമയം തന്നെ അത് ചെയ്യാതെ
നമുക്കൊരു ഓപ്ഷൻ ഇല്ല മറ്റേത്. കാരണം അത്രയും കൊടും ചൂടാണ് ഗായ്സ്, ഒരു നിവർത്തിയില്ല. മഴ വെറുതെ മഴ നമ്മളിട്ടോണ്ട് മോഹിപ്പിക്കുകയാണ്, പക്ഷെ പെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസമൊക്കെ വൈകുന്നേരങ്ങളിൽ മഴയായതുകൊണ്ട് നമ്മൾ ഇന്നും പ്രതീക്ഷിച്ചു. അപ്പൊ നമ്മളെങ്ങനെ തണുപ്പിക്കട്ടെ. ഈ മദ്യപാനിയുടെ സുഹൃത്തായ ഡ്രങ്കൻ കുടികാരൻ സോഡ ഡ്രങ്കൻ എന്നറിയപ്പെടുന്ന ഡ്രങ്കൻ ജി സോഡയുടെ കഴുത്ത് പൊട്ടിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഡ്രാഗൻ ഒഴിച്ചോളൂ. തനിക്ക് വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് തനിക്ക് വേണ്ടില്ല സ്പെഷ്യലി വെള്ളം മേടിച്ചു വെച്ചിരിക്കുന്നത്. താനെന്ത് ജീവിയാണോ അതിനെന്താ? We are ready guys for the blast of the night. The first cheers of the night is here with Cliffhanger Orange Edition Vodka. Cheers. And cheers with you guys. Wow. അപ്പോൾ മക്കളെ നെക്സ്റ്റ് റൗണ്ട് മയക്ക് വെടി അല്ലേ? ഞങ്ങൾ വേട്ടക്കാരൊന്നുമല്ല. അല്ല, ഒരർത്ഥത്തിൽ നമ്മൾ വേട്ടക്കാരാണ്. മദ്യവേട്ട മറ്റൊന്നിനും ആ ഒരു വേട്ടയുടെ ഒരു ഇമ്പാക്ട് ഇല്ല. മദ്യത്തിനെ വേട്ടയാടി കീഴടക്കി we will do that. അതാണ് നിങ്ങൾ ഈ ഒരു വർഷത്തോളം ഞങ്ങൾ കാണിച്ചത്. അതാണ് അല്ല ഡ്രങ്കൻ. ഇനി ഡ്രങ്കന്റെ സ്പെഷ്യൽ തണ്ണി പച്ചവെള്ളം വെച്ചാൽ പൈപ്പ് വെള്ളം അല്ല, പൈപ്പ് വെള്ളം ആയിക്കോളൂ. എറിയപ്പോയി എന്തുകൊണ്ടാ അതിന്റെ പേര് എറിയേ? അതൊക്കെ നമ്മുടെ എവിടെയാണെന്നറിയോ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടുന്ന വെള്ളമില്ലേ, അതൊക്കെയാണ് വെള്ളം. മിനറൽ വാട്ടർ എന്ന് പറയും. അവൻ അപ്പുറത്ത് നിന്ന് പൈപ്പ് തുറന്ന് ഒഴിക്കും. എന്താ അല്ലേ? ഞാൻ കണ്ടില്ല, പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സെക്കൻഡ് റൗണ്ട് തൊലച്ചല്ലോ മോനെ. സെക്കൻഡ് റൗണ്ട് എന്റെ റിവ്യൂ റൗണ്ട് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ വെള്ളം ഒഴിച്ചടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അതെ ആ ഒരു ത്വര അടിച്ചോ. പലരും നമ്മളോട് പറയുന്നുണ്ട് സോഡ, പലരും പറഞ്ഞാൽ തന്നെ എന്തിനും നമുക്ക് സെൽഫായിട്ട് നമുക്ക് അറിയാം സോഡ ഒഴിച്ചുള്ള മദ്യപാനം ആരോഗ്യത്തിന് കൂടുതൽ ഹാനികരമാണെന്ന് അറിയാം. പക്ഷേ സോഡ ഒഴിച്ച് കിട്ടുമ്പോൾ ആ ഒരു സുഖം വേറെ കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പോലും അറിയത്തില്ല, ഒരു മോൻ, ഒരു വിശിഷ്ട മോൻ അല്ലെ, അവൻ ചോദിക്കുകയാണ് എന്താടാ നിനക്ക് ലിവർ സിറോസിസ് വരാത്തത്? നിനക്ക് ഞാൻ എന്താ പറയണ്ടല്ലേ? വിഷ് യു ഓൾ ദി ബെസ്റ്റ് കൂട്ടുകാരാ. താങ്കൾക്ക് വന്നോളൂ, കാരണം താങ്കൾ കരുതുന്നുണ്ടാവും നമ്മൾ അതുപോലത്തെ കാട്ട വെള്ളപടിയാണ് അല്ലെ. ഞങ്ങൾ ആരോഗ്യം വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഇല്ല, അത് ഏത് തലത്തിലാണെങ്കിലും അല്ലടോ. ഞങ്ങൾ അഹങ്കരിച്ച് പറയുമല്ല, ആർക്കും എന്ത് അപകടവും എന്തും വരാം. എത്ര വലിയ ഭീഷ്മമായ ആരോഗ്യവാനാണെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് അറ്റാക്ക് വന്നാൽ തീർന്നു, ഫ്യൂസ് ഊരിയതുപോലെ അവിടെ കിടക്കും. അതുകൊണ്ട് ലിവർ സിറോസിസ് വരണമെന്നൊന്നും ഒരു നിർബന്ധം ഇല്ല അല്ലെ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ മിക്ക വീഡിയോയിലും പറയാറുള്ളത് തീർച്ചയായിട്ടും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരവും ആവശ്യമുള്ളത് മാത്രമേ. അതെ, നമുക്ക് ആവശ്യമായിട്ട് എന്തോ അത് മാത്രം. അപ്പൊ ഇപ്പൊ നമ്മളങ്ങനെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മളങ്ങനെ പറയുമ്പോ ചോദിക്കുന്നവരുണ്ടാവും എന്റെ ആവശ്യം ഒരു ഫുള്ളാണെന്ന്. അവരോടൊന്നും നോ കമന്റ്സ്, ഒന്നും പറയുന്നില്ല. സേഫസ്റ്റ് വേ ഓഫ് ഡ്രിങ്കിങ് എന്താണെന്നാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? എത്രത്തോളം മദ്യപാനം കുറച്ചു കൊണ്ടുവരിക അത്രത്തോളം നല്ലത്. അത്രേ ഉള്ളൂ. പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾക്ക് നിങ്ങളെ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ട് നമുക്കെന്ത് ലാഭം? നമ്മളെന്താ ഗവൺമെന്റിന്റെ യൂട്യൂബ് ചാനലാണ്? അതെന്ത് വർത്തമാനമായി പറയുന്നത് അല്ലേ? നിങ്ങൾ ഞങ്ങളുടെ ചാനലിലെ നല്ല വശങ്ങൾ മാത്രമേ ഉൾക്കൊള്ളാവൂ. അതെനിക്കറിയാം. നമ്മുടെ ചാനലിന്റെ മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അവർ കമന്റ് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട് ഈ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ആ കമന്റ്സിൽ നിന്ന് വേണം നമ്മുടെ ചാനൽ എന്താണെന്ന് മനസ്സിലാക്കാൻ. അതിലെ മദ്യപാനി ഇത് ഡ്രങ്കർ എന്ന് പറയുമ്പോൾ കുടിച്ച് ലെക്ക് കെട്ട് വാളെടുക്കും. അതെ, കുടിച്ചു നടക്കുന്നവന്മാർ അന്നാ ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് മക്കളെ. ഞങ്ങൾ അങ്ങനെ കുടിച്ചു. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ്. പലരും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആ ചോദിച്ചവർ പോലും ഞങ്ങളിപ്പോ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പൈന്റും ക്വാർട്ടറും ഒക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നവർ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ ചാനൽ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. അവരത് അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, അവർ ആ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ മദ്യപാനിക്ക് പറയാനുണ്ട് കേട്ടോ മക്കളെ, അതൊക്കെ വരാം. ഇപ്പൊ ഈ റൗണ്ട് എന്തായാലും മൈക്ക് പിടിക്കകത്ത് മദ്യപാനിയുടെ ഗ്ലാസിനകത്ത് ഡ്രങ്കൻ ജി
ഒഴിച്ച് തലപ്പിച്ച് കളഞ്ഞു. സോ ഇറ്റ്സ് ഓക്കെ. കാരണം ഇത് നല്ല സാധനമാണ്, അതുകൊണ്ട് ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയ സാധനമായിട്ട് ഒരു റൗണ്ടിലൂടെ അടിക്കട്ടെ. Cheers guys. എനിക്ക് കപ്പലണ്ടി വേണം പ്ലീസ്. ഇത് ഞാൻ ഇവിടെ ഒന്ന് പൊടിച്ചോടൂ, എന്റെ പല്ല് ഉരിപ്പോടൂ. താനത് ബിയറിന്റെ അടപ്പുടങ്ങനെ ഇറപ്പുണ്ട്. കൈ കയറിപ്പോലെ ഡ്രങ്കന്റെ മാരകായുധമാണതേ. കണ്ടാ, ഇതാണ് ഡ്രങ്കന്റെ മാരകായുധമാണ്. ഒരു കാലത്തെ ഇത് വെച്ചങ്ങ് പൂളിക്കളയായിരുന്നു. കൈ പൂളി പോവല്ലേ ഞാൻ പറഞ്ഞത് കരുതിയിട്ട്. ആവേശത്തിൽ അങ്ങ് കയറിപ്പോവും. ചോര ചിന്തി നിങ്ങളുടെ മുഖത്തായിരിക്കും വീഴുന്നത്. ഇത്രയും കപ്പലണ്ടി അവിടെ പോയി. വേറെ എന്തെടുത്താലും താൻ ഇതെടുക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം പുള്ളിയുടെ ഏറ്റവും വലിയ വൈരാഗ്യമല്ലോ ചിരവൈരികളാ ഈ രണ്ട് സാധനമല്ല, ഈ സാധനം ചിരവൈരികളാ. അതെ, തുടക്കത്തിലൊക്കെ കപ്പലണ്ടി മതി ഡ്രങ്കിന്, വേറെ ഒന്നും വേണ്ടെന്നുള്ള രീതിയായിരുന്നു. അതെ, അത് നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടുള്ള കാര്യമല്ല ഗായ്സ്. മിക്സർ കൊണ്ടുവയ്ക്കും ഡ്രങ്കിന്, അതിനകത്ത് ഇങ്ങനെ ഇളക്കല, കപ്പലണ്ടി മാത്രം എടുത്ത് പെറുക്കി തരും. നിങ്ങൾ എല്ലാവർക്കും നല്ല കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു റൗണ്ട്, ദ റിവ്യൂ റൗണ്ട്. കാരണം നമ്മുടെ ചാനലിൽ ഏറ്റവും പ്രധാനമാണ് എല്ലാ വീഡിയോയിലും മദ്യപാനി പറയും പുതിയൊരു ബ്രാൻഡ് പരിചയപ്പെടുത്തുമ്പോൾ, അല്ലേ ഡ്രങ്കൻ? അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന, അതായത് ഞങ്ങളെന്ന് മാത്രം പറഞ്ഞ് ഞങ്ങൾക്ക് സൗകര്യമില്ല. കാരണം ഞങ്ങളുടെ കൂടെ നിങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ബ്രാൻഡ് അതെന്താണ് എങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തണ്ടേ? അല്ല ചുമ്മാ ഒരു ബ്രാൻഡ് എടുത്ത് കഴിക്കുക, അത് കിക്കിന് വേണ്ടി കഴിക്കുന്നവർ അല്ലേ? അൾട്ടിമേറ്റ് ആയിട്ട് കുടിക്കുന്നവർക്ക് എല്ലാവർക്കും കിക്ക് മതി. പക്ഷെ അത് തെറ്റായ ഒരു ധാരണയാണ് ഗൈസ്. നമ്മൾ കഴിക്കുന്ന സാധനം മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കണമെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി കഴിക്കണം. കമോൺ മിസ്റ്റർ ഡ്രങ്കൻ. ഇത് മദ്യപാനിയുടെ സ്വന്തം ഗ്ലാസ്. എന്റെ അമ്മ, ഞാൻ കരുതി ഇതിനകത്ത് മറ്റേ സ്റ്റോപ്പർ ഉണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ കമത്തി ഒഴിച്ചത്. പെട്ടെന്ന് ആ ബോട്ടിൽ കണ്ടപ്പോൾ നല്ല പ്രീമിയം ആണ് ഓൾറെഡി, ബട്ട് എനി ഹൗസ് സ്റ്റോപ്പർ ഉണ്ടെന്നാണ് കരുതിയത്. പക്ഷെ പൈന്റിൽ ഇതുവരെ ഞാൻ ഇപ്പോൾ സ്റ്റോപ്പർ കണ്ടില്ല ഒരു ബ്രാൻഡിലും. എന്താണ് പതപ്പയ്ക്ക് പത മാത്രമാണ് ബുദ്ധിപരമായിട്ട് ഭയങ്കര ബുദ്ധിയായിട്ടാ ഡ്രങ്കിന്. എടോ താ ഒരു കാര്യം മനസ്സിലാക്കും. എടോ ഇപ്പൊ ഞാൻ ഉദാഹരണം മാത്രം പറയുവാണ്, തെറ്റിദ്ധരിക്കില്ല. ഇപ്പൊ ഒരുപാട് കാട്ട് അടിക്കുന്നവൻ അവൻ ചിലപ്പോ 90 വയസ്സോട് ജീവിക്കും. ഇത്തിരി വീതം അടിക്കുന്നവൻ ചിലപ്പോ 40-ാമത്തെ വയസ്സ് തട്ടിപ്പോന്നിരിക്കും. അത് ദൈവമല്ല, മദ്യ ദൈവത്തിന്റെ ഓരോ ലീലകളാണ്. മനസ്സിലായി? അതത്രേ ഉള്ളൂ. അതൊക്കെ മനസ്സിലാക്കണം. എന്ന് പേര് താൻ കൂടുതൽ അടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. തന്നെ ഇഷ്ടത്തിന് ഞാൻ അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് മദ്യപാനിക്ക് ഒരു സോഡ തരണ്ട ഒന്നുള്ള ഞാൻ എന്നാ ഇതാണ് ഞാൻ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. സെക്കൻഡ് റൗണ്ടിൽ റിവ്യൂ ചെയ്തതിന്റെ കാര്യം ഇതാണ്. സെക്കൻഡ് കഴിഞ്ഞാൽ മദ്യപാനി വേറെ ലെവലാവും. അത് കാരണം പറയുന്നത് എല്ലാം മാറിപ്പോന്നല്ല പറയുന്നത്, പക്ഷേ അത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സംതിങ് ഡിലേ ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മദ്യപാനെ സംബന്ധിച്ചോളം സെക്കൻഡ് റൗണ്ട് എന്ന് എപ്പോഴും പറയത്തുള്ളൂ. ഒരു വർഷത്തോളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. താങ്കൾ അടിക്കാൻ പോണോ? സോ ദിസ് ഈസ് ദ റിവ്യൂ റൗണ്ട് ഓഫ് ക്ലിഫ്ഹാങ്ങർ ഓറഞ്ച് പ്രീമിയം വോഡ്ക 5 times distilled. സോറി, അതേ വരത്തുള്ളൂ. 5 times ഫിൽറ്റേർഡ് ആണ്. അതെ. സോ മണത്ത് നോക്കേണ്ട കാര്യമില്ല. ഓറഞ്ചിന്റെ സാധനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓറഞ്ചിന്റെ എല്ലാന്ന് പറയത്തില്ല, മൂഡ് മേക്കർ ഓറഞ്ച് നമ്മൾ കഴിച്ചപ്പോൾ ഓറഞ്ച് ആണെന്ന് പറഞ്ഞിട്ട് ഓറഞ്ചിന്റെ മണം അത്രയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ സാധനം ഓറഞ്ചിന്റെ തന്നെ ആയതുകൊണ്ട് സൂപ്പർബ്ലി ഓറഞ്ച് അറോമ മണം, ഓറഞ്ചിന്റെ മണം തന്നെയാണ് ഗൈസ്. സോ ഇനി ഒന്ന് സിപ്പ് ചെയ്ത് നോക്കട്ടെ. കാരണം ആദ്യത്തെ 2 റൗണ്ട് മദ്യപാനിക്ക് ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. കോവിഡ് ആയതുകൊണ്ടൊന്നുമല്ല, കോവിഡ് ആണെന്നല്ല പറയുന്നത്. നമ്മളിപ്പോ അങ്ങനെ പറഞ്ഞു, ടേസ്റ്റ് മനസ്സിലായില്ലെങ്കിൽ, ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയാൻ എന്തുവാ, അവന് കോവിഡാണ്. ടേസ്റ്റ് ഇതുണ്ടാ, ഈ പേഷ്യന്റ് അടിക്കുന്നുണ്ടാ, കോവിഡ് പേഷ്യന്റ് അല്ല, മദ്യ പേഷ്യന്റ്. ഓക്കെ, ഇനി ഒന്ന് സിപ്പ് ചെയ്ത് നോക്കട്ടെ മദ്യപാനി. ഇതിൽ കൂടുതൽ റിവ്യൂയുടെ ആവശ്യമില്ല ഗൈസ്. കാരണം നല്ല സ്ട്രിക്ട്ലി പെർഫെക്റ്റ്ലി നീറ്റ്ലി ഓറഞ്ച്, അടിവരയായിട്ട് പറയാം ഓറഞ്ച്.
പിന്നെ ഓറഞ്ച് ആണെങ്കിൽ പോലും ലിക്കർ ആയതുകൊണ്ട്, വോഡ്ക ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു പവറുണ്ട്. അതായത് ആ ഒരു കുത്തലൊക്കെ ഉണ്ട്. നമുക്കൊരു ഇവിടൊക്കെ ഒരു ചെറിയൊരു പുകച്ചിലൊക്കെ വരും, അറിയാമല്ലോ. ഡ്രൈ സാധനം വായിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ചുണ്ടിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇത്തിരി പുകച്ചിൽ വരും. ദാറ്റ്സ് വെരി യൂഷ്വൽ. പക്ഷേ ഫ്ലേവർ നല്ല ഓറഞ്ചിൻ്റെ, മനസ്സിലാവും. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഫ്ലേവർ. ഈ എത്തനോളിൻ്റെ ചിലപ്പോഴൊക്കെ ഡ്രൈ അടിക്കാൻ മദ്യപാനി പറയല്ലോ, എത്തനോൾ എന്ന് പറയത്തില്ല. പക്ഷെ ഇതിനകത്ത് എത്തനോളിന്റെ ഫീൽ വരത്തില്ല, ആ സ്പിരിറ്റിന്റെ ഫീലും തോന്നില്ല. ആ ഓറഞ്ച് നല്ല തരത്തിൽ, ചിലപ്പോൾ ഇത് പക്ഷേ ഓറഞ്ചിന്റെ ആ ഒരു ഫ്ലേവർ, അതായത് എസൻസ് ആയിരിക്കാം, എനിക്കറിയത്തില്ല എന്തുവാണെന്ന്. എന്നിരുന്നാലും ആ ഒരു സാധനം കൂടുതൽ ഇട്ടുകൊണ്ടായിരിക്കാം. കാരണം ഓറഞ്ചിന്റെ ആയിട്ടുള്ള ഫീൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. കട്ടി ഉണ്ടാന്ന് വെച്ചെങ്കിൽ കട്ടി ഡ്രൈ അടിക്കുമ്പോൾ ഇത്തിരി കട്ടി വരും. കാരണം ഡ്രൈ ഒരിക്കലും സിപ്പ് ചെയ്ത് ആരും കഴിക്കുന്നത് എൻ്റെ അനുഭവത്തിലില്ല. ഇല്ലോട്ട് അങ്ങനെ ചെയ്യും. കാരണം ഡ്രൈ ആരും സിപ്പ് ചെയ്ത് കഴിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓൺ ദ റോക്സ് അടിക്കുകയേ ചെയ്യാറുള്ളൂ എല്ലാവരും. അപ്പൊ എന്നിരുന്നാലും അത്രയേ ഉള്ളൂ. അത്ര കട്ടിയൊന്നും എനിക്ക് ഫീൽ ചെയ്യാൻ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അടിച്ച് നോക്കണം കട്ടി ഉണ്ടോ ഇല്ലെന്നുള്ളത്. അടിച്ച് നോക്കിയാലോട്ടോ അങ്ങനെ ചെയ്യും. അയ്യടാ മോനെ, അത് പിന്നെ അത് മനസ്സിലിരിക്കട്ടെ. അടിച്ച് ചിലപ്പോ കിക്കായ മദ്യപാനിയോട് താൻ പറഞ്ഞാൽ ചിലപ്പോ ഞാനത് ചെയ്യും. ബട്ട് ഈ മദ്യപാനിയോട് നടക്കത്തില്ല. ദിസ് ഈസ് എ ഡിഫറെന്റ് മദ്യപാനി. സോ സ്റ്റേ ട്യൂൺ ആൻഡ് എൻജോയ് ദ വീഡിയോ ഗായ്സ്. രംഗരാജൻ എന്താ വിമാനത്തിൽ കയറി പോവാട്ടാ. എവിടെ പോണ്? വിമാനം ഡ്രങ്കനെ കൊണ്ട് പോവില്ല, വിമാനത്തെ ഡ്രങ്കൻ കൊണ്ടുപോവാണെന്ന് തോന്നുന്നു. അതെ. കമോൺ മിസ്റ്റർ ഡ്രാഗൻ, അടുത്ത റൗണ്ട് ഒഴിക്കാൻ താങ്കൾ റിവ്യൂ കറക്റ്റ്. ആ എന്റെ റിവ്യൂ ഇത് ഡ്രൈ അല്ലേ മോനെ? ഞാൻ തോന്നുന്നു ഇല്ലെന്ന് തോന്നിക്കില്ല കേട്ടാ. പിന്നെ സാധനമുണ്ട്. ഡ്രാഗൻജി കമോൺ, സോഡ ഒഴിച്ചോടൂ ഒരു ഇച്ചിരി. ഇങ്ങനെ ഡ്രൈ അടിക്കണം. താൻ അടിച്ചോ ഡ്രൈ. ആ ടേസ്റ്റും കാര്യങ്ങളും ഡ്രാഗൻ ഫോം ആയ വിമാനമൊക്കെ പറന്നു പോയി. അയ്യോ കറക്റ്റ് ടേസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഡ്രാഗൻ. പിന്നില്ല, പിന്നെ കട്ട് ചെയ്യുന്നില്ല, ഡ്രാഗൻ പിടിച്ചോളും. കാരണം ഈ ചൂട് നമ്മളെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു ഗായ്സ്. സോ ഡ്രാഗന് വേണ്ടിയിട്ട് അടിക്കണം. കട്ടിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ സാധനം, അതായത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മൂഡ് മേക്കർ അല്ല, ക്ലിഫ് ഹാങ്ങിന്റെ നോർമൽ പ്ലെയിൻ വോഡ്ക അടിച്ചപ്പോൾ പോലും നമുക്ക് കട്ടിയൊന്നും ഇല്ല, നമുക്ക് ഫീൽ ചെയ്തു. ഇത് അതേപോലെ തന്നെയാണ് ഈ സാധനം. ആ കടയിൽ നിന്ന് ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടന് ഒരുപാട് താങ്ക്സ് കൊടുക്കണം. വേറൊരു കേസ് നീ ആ വെള്ളം ഒഴിച്ച് അടിച്ചു നോക്കി. വെള്ളം ഒഴിച്ച് തരൂ. അപ്പൊ ഗായ്സ്, ഈ ഒരു റൗണ്ടിൽ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ പെടുന്ന കാര്യം തന്നെയാണ്. എന്നിരുന്നാലും മദ്യപാനിക്ക് ഉണ്ടാവുന്ന ഓരോ കാര്യം, അത് ചെറുതോ വലുതോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. മദ്യപാനി എന്തുവായാലും നിങ്ങളോട് ഷെയർ ചെയ്യും. ഇതിന്റെ ഇടയ്ക്ക് പെടുന്ന കാര്യങ്ങളല്ല. വെള്ളം മാത്രം വെച്ചോളാം. ഞാൻ വെള്ളമാണെന്ന് സത്യം പറഞ്ഞ കുറെ നേരമായിട്ട് ഫസ്റ്റ് റൗണ്ട് മുതൽ എനിക്ക് ഇത്തിരി സോഡ ഒഴിച്ചതെന്ന് ശീലമാക്കിയിരുന്നു. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് കാര്യം. തീർക്കുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. ഏതായിരുന്നല്ലോ നമ്മുടെ കഴിഞ്ഞൊരു ബാറിലൊരു വീഡിയോ ഇട്ടില്ലേ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. BSOP ഫ്രഞ്ച് ബ്രാൻഡിൽ നിന്നല്ല, ബ്ലാക്ക് ആൻഡ് ഗോൾഡിന്റെ വിസ്കി നമ്മൾ ട്രൈ ചെയ്തില്ലേ, ഗ്രീൻ വിസ്കി. അന്നത്തെ വീഡിയോയുടെ ക്ലൈമാക്സ് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാലും ആ ക്ലൈമാക്സിൽ കുറെ ആന്റി ക്ലൈമാക്സുകൾ വേറെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ അന്നത്തെ ദിവസം. കാരണം മറ്റൊന്നുമല്ല ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ലാസ്റ്റ് സെഗ്മെന്റ്, അതായത് ബിയറിന്റെ ഷോട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വേറെ കുറെ ഫ്രണ്ട്സുമായിട്ട് ചീയേഴ്സ് ഒക്കെ വെക്കുന്ന നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ അടിയോ എടുക്കണോ കുപ്പിയാണോ ഗ്ലാസറോ. ഡ്രങ്കിന് ഭയങ്കര സങ്കടമാണ്. തുടക്കം തൊട്ട് പറഞ്ഞിട്ട് കപ്പ കഴിച്ചു നോക്കാനുണ്ട്. ആയിക്കോട്ടെ, ആണോ? അത് തന്റെ മഴ. കപ്പ ഡ്രങ്കന്റെ ഒരു വീക്ക്നെസ് ആണ്, പണ്ടുകാലം മുതലേ വീക്ക്നെസ് ആണ്.
ഷാപ്പിൽ പോയാലും നമ്മള് കപ്പയില്ലേ. അതെ, കപ്പയുടെ വേറെ പതിപ്പ്. കാര്യം വേറൊന്നുമല്ല, ഞങ്ങൾ ഫൈനൽ ചീസ്, അതായത് ബിയറിന്റെ ചീസ് വെച്ച് കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അവിടെ ഇരുന്ന കുറെ, എന്താ പറയാ, പച്ച മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയണോ? പച്ച മലയാളത്തിൽ പറയുവാണെങ്കിൽ ഒന്നല്ല രണ്ടല്ല പല പിറന്ന മക്കൾസ്, അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. അവനെയൊക്കെ ഞാനത് മനഃപൂർവ്വം ബ്ലർ ചെയ്ത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇവന്റെ ഇത് മുഖം കാണിച്ച് തരണ്ട എന്ന് കരുതിയിട്ട് നിങ്ങൾ ആ സീക്വൻസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയില്ലെങ്കിൽ ഇതിന്റെ ലിങ്കിൽ, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി. ഞാൻ ആ ബ്ലർ ചെയ്ത് കളഞ്ഞു. എന്റെ മനസാക്ഷി, എന്റെ മാന്യത ഞാൻ ബ്ലർ ചെയ്തു. അപ്പോൾ അവന്മാര് ഇതിനിടയിൽ കൂടെ അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ മനഃപൂർവ്വം ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ടും നമ്മുടെ വീഡിയോ കൊളവാക്കാനായിട്ടായിരിക്കും, എന്തും ആയിക്കോട്ടെ. എന്നിരുന്നാലും അവന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു നമ്മളെ കുറെ നേരങ്ങളായിട്ട്. പക്ഷെ ലാസ്റ്റ് ആയപ്പോ ആ ബിയർ അടിച്ചു കഴിഞ്ഞപ്പോൾ മദ്യപാനിക്ക് ഒരു പൊട്ടാതിരിക്കുവോ ഗായ്സ്? നിങ്ങൾ ആലോചിച്ച് നോക്കും അല്ലേ? നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നമ്മളും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മൾ ഒരുപാട് ക്ഷമിക്കുന്നതിന്റെ അങ്ങേ അറ്റം ക്ഷമിക്കും. കാരണം ആവശ്യം നമ്മുടെയാണ്. ബാറ് കയറി ഷൂട്ട് ചെയ്യാൻ ആരും നമ്മളെ വിളിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ബാറിൽ ഇതുപോലുള്ള ഒരുപാട് സീക്വൻസുകൾ നമ്മൾ സഹിക്കണം. നമ്മൾ ഇന്നല്ല പണ്ടും നമ്മൾ നേർക്ക് നേരെ ഒച്ചയിട്ടുണ്ട് പല പിള്ളേരും, നമ്മളെ കളി ഇളയ പിള്ളേർക്ക് നമ്മൾ ചിരിച്ചുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സീക്വൻസ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ നമ്മളായിട്ട് ഇടപെട്ടിട്ടില്ല. നമ്മള് നമ്മുടെ സ്വന്തം ബാർ പോലെ കരുതുന്ന ആയിരുന്നില്ല, ആണ്. അപ്പോൾ നമ്മൾ നോർമലി അകത്തോട്ട് കയറി അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. സിന്നവരാണ് റോസ്, ഇങ്ങനെയാണ് കാര്യം, നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു, ശല്യം ചെയ്യുന്നു, വീഡിയോ കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ബാർ ഇത്തിരി പേര് കേട്ട ബാറാണ്. കാരണം കസ്റ്റമേഴ്സ് ആണ് അവർക്ക് ഏറ്റവും വലുത്, അല്ലടോ. അത് കാരണം അവർ കയറി ഇടപെട്ടു. അവന്മാരെ അവിടെ ലോക്ക് ചെയ്തു ഗായ്സ്. മദ്യപാനി ഇടപെട്ടിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, അടി ഇടിയൊക്കെ ആയത് അല്ലേ. പക്ഷെ നമുക്ക് അതിനൊന്നും താല്പര്യമില്ല. നമ്മുടെ പരിപാടി എന്താണ്? വെള്ളമടിക്കൽ മാത്രമല്ല. വെള്ളവടിയുടെ കാര്യം വന്നപ്പോൾ മദ്യപാനിക്ക് വെള്ളവടി ബ്രെയിൻ സീക്വൻസ് പ്രവർത്തിച്ചു. വെള്ളവടി മാത്രമല്ല, നമുക്ക് നമ്മുടെ കണ്ടന്റ്, നമ്മുടെ ചാനൽ, അതാണ് ഏറ്റവും വലുത്. അത് കാരണം മദ്യപാനി ഇടപെട്ടില്ല. ഡീസന്റ് ആയിട്ട് അവരുടെ പറഞ്ഞു. പക്ഷെ അവർ ലോക്ക് ചെയ്ത് കളഞ്ഞു അവന്മാര്, അല്ലേ? അല്ലടാ. പക്ഷെ അടിയിടിയൊന്നുമില്ല കേട്ടോ. അവര് എന്തൊക്കെയോ ചെയ്തു. അടിയിടിയല്ല, ഉപദേശിച്ചു വിട്ടു. മദ്യപാനിയുടെ റിക്വസ്റ്റ് പ്രകാരം ഉപദേശിച്ചു, ശാസിച്ചു, വാൺ ചെയ്തു വിട്ടു. ഇമാതിരി കാര്യങ്ങളും കൊണ്ട് വരരുതെന്ന് പറഞ്ഞിട്ടായിരിക്കാം എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതാണ് നല്ലത്. തല്ലു കൊടുക്കാൻ വേണ്ടി അവർക്ക് തല്ലു കൊടുത്തു വിടാം. പക്ഷെ അവർ ചെയ്തില്ല. അവർ ചെയ്തതിന് ഒരു പക്ഷേ മദ്യപാനിയോടുള്ള ഒരു റെസ്പെക്റ്റ് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ മദ്യപാനി അവരോട്ടുള്ള ഒരു ബന്ധം കൊണ്ടായിരിക്കണം അവരങ്ങനെ ചെയ്തില്ല, അല്ലേടാ കച്ചി? പക്ഷെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് കാര്യം. അതായത് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബാറിലായിരിക്കുമ്പോൾ ഒരുപാട് ടൈപ്പുള്ള ആൾക്കാർ വരുന്നതാണ്. ഒരുപാട് ടൈപ്പ് എന്നാൽ എല്ലാവരും അടിക്കാൻ വേണ്ടി വരുന്നവരെ, എല്ലാവരുടെയും മനസ്സ് വേറെയാണ്. പക്ഷെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ചുമ്മാ കയറിയെങ്കിൽ ഇടപെടും. ഇങ്ങനെയൊക്കെയാണ് അടി ഇടി വെട്ടും കുത്തും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലെ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ഡീസന്റ് ആയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കും. അതിനിടക്ക് അവന്മാരും അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിനിടക്ക് ഒരുത്തൻ, രണ്ടുപേരിൽ ഒരുത്തനാണ് ക്രിമികടി. അവന്റെ ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അതിൽ ഒരുത്തന് മാത്രമായിരുന്നു ഈ തന്തയില്ലായ്മ കാണിക്കാൻ തോന്നലുണ്ടായത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്റെ രീതിയിൽ പരമാവധി തറയുടെ വരെ പോകും. എന്നാൽ ലോക്കലാവെന്നല്ല പറഞ്ഞത്, നമ്മൾ ക്ഷമയുടെ അങ്ങേയറ്റം നെല്ലിപ്പലകാതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അങ്ങനെ ഒഴിക്കട്ടെ നെല്ലിപ്പലക. അതെ, നമ്മളത് ഇതുകൊണ്ട് നിർത്തുക കേട്ടോ. കാരണം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതായിരുന്നു. അതാ പിന്നെ ഒഴിച്ചെടുത്തു തനിക്ക് കൂടി ഇത്തിരി ഒഴിച്ചു കിടത്തിയത്. Anyhow, this will be the last round of Cliffhanger, the premium XO XL. Cliff House അല്ല, മുഖ്യമന്ത്രി നമ്മൾ ചെയ്ത് വിളിക്കുന്നു. Cliff House അല്ല, Cliffhanger Orange Vodka.
ഓറഞ്ച് കളർ കൂടിയായിരുന്നെങ്കിൽ സൂപ്പർ ഓറഞ്ച് ജ്യൂസ് അടിക്കുന്നുണ്ട്. ഓറഞ്ച് കളർ കൂടി ഓറഞ്ച് ജ്യൂസ് ആയിരിക്കും. മദ്യപാനല്ലേ ഡ്രങ്കറ്റ് ഓരോ ലീലകളെ. അപ്പൊ നമുക്ക് മിനിച്ചാലോ ഡ്രങ്കറ്റ്. സോ ദ ഫൈനൽ ചിയേഴ്സ് ഓഫ് ദി നൈറ്റ്. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി നിങ്ങൾ ഓർക്കുക. നമ്മൾ മദ്യപിക്കാൻ ബാറിൽ പോയാൽ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മാത്രം പോരാ. കാരണം നമ്മുടെ കാര്യം നോക്കി നമ്മൾ പീസിനായിട്ട് വെള്ളം ഒഴിക്കുക വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വരും ചില ഇതുപോലുള്ള കീടങ്ങൾ. നമ്മൾ അതിനെയൊക്കെ ഡീസന്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കി വിടുക. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാനൊന്ന് കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നത് ഞാനങ്ങ് ചിരിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു അല്ലേ. പക്ഷെ ഞാനത് ചെറുതായിട്ട് റിയാക്ട് ചെയ്യുന്ന അങ്ങനൊന്നും അല്ലട്ടോ. ലൈഫിൽ മദ്യപാനം റിയാക്ട് ചെയ്യുന്ന അങ്ങനൊന്നും ആയിരിക്കുന്നില്ല അല്ലേ, തനിക്കറിയാലോ. അപ്പോൾ നമ്മൾ അതങ്ങ് വിട്ടുകളയാം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം പരമാവധി ക്ഷമ, അതാണ് ഈ ലൈഫിൽ ഏറ്റവും വേണ്ടത്. നമ്മളൊരു പരിധിവരെ ക്ഷമിക്കാവുള്ളൂ. തലേ കയറിയാൽ ഒന്നും നോക്കണ്ട, അങ്ങ് കാച്ചേക്കണം. ഒന്നുകളല്ല, നിങ്ങളുടെ രീതിയിൽ അങ്ങ് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ എന്നിരുന്നാലും അവന്മാരൊക്കെ വേറെ ഞാഞ്ഞൂലുകളാണ്. ഈ ഡ്രങ്കന്റെയും മദ്യപാനയുടെ ഒക്കെ ഒരടിക്ക് 2 കഷ്ണമായി പോയേക്കും അല്ലേ. ആ വീഡിയോ ഞാൻ കാണിക്കാൻ കൊണ്ടാണ്. അത്രയും ഞാഞ്ഞൂല് വെള്ളത്തിന്റെ പുറത്ത് കാണുന്നത് കാണിക്കുന്ന തിളപ്പാണ്. സോ the final cheers of the night with this exclusive super brand of a vodka, Cliffhanger. ഒരിക്കൽ കൂടെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ചു അല്ലേ. അപ്പോൾ ഒരിക്കൽ കൂടെ മദ്യപാനി പറയണം, പ്രോത്സാഹനമല്ല, ക്ലിഫ്ഹാങ്ങർ എന്നുള്ളൊരു പേര് അല്ലെ കുപ്പി നിങ്ങൾ സാധനം മേടിക്കാൻ പോയിരിക്കുമ്പോൾ കാണുവാണെങ്കിൽ മിസ് ചെയ്യരുത്. നല്ല സാധനമാണ്. That's it. The final cheers of the night. And cheers with you. സാധനം കൊള്ളാറുള്ളൂ. ഇഷ്ടപ്പെടാം. ഇയാൾ എന്ത് മനുഷ്യന്നറിയോ. ഞാൻ കാണിക്കാനുണ്ട സാധനമൊക്കെ മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ 2 കവർ സാധനം കിടപ്പുണ്ടാകും. എന്നിട്ട് ഒരെണ്ണം വെറുതെ എടുത്ത് കഴിച്ച ആളാണ് ഇപ്പൊ പറയുന്നത്. ഇതെനിക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്ത? കപ്പ ഇരിപ്പുണ്ട്. ഇതിനേക്കാളും വലിയ സാധനം, ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കപ്പ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, ഡ്രങ്കൻ ജിക്കും. ഇത്രയേ ഉള്ളൂ മദ്യപാനിക്ക് ഈ ഒരു ലക്കത്തിലൂടെ നിങ്ങളോട് പറഞ്ഞു തരാൻ. സോ പുതിയൊരു ബ്രാൻഡുമായി ഞാനും ഡ്രങ്കൻ ജിയും അടുത്ത വീഡിയോയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് ഗായ്സ്.